കോഴിക്കോട് മൂഴിക്കലയിൽ 16-കാരിയായ നസ്രീനയുടെ കൊലപാതക കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒരു സാധാരണ കൊലപാതകവും തുടർന്ന് ഒരു ആത്മഹത്യയും എന്ന നിലയിൽ കണ്ടിരുന്ന സംഭവം ഇപ്പോൾ ഗൂഢാലോചനയുടെ സാധ്യതകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയത് നസ്രീനയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ്. ഇവിടെ നിന്ന് നസ്രീനയുടെ 2 മൊബൈൽ ഫോണുകളും പ്രതിയായ അദ്നാന്റെ ഒരു ഫോണും കണ്ടെത്തിയിരുന്നു. ഇവ പരിശോധിച്ചപ്പോൾ അന്വേഷണ സംഘത്തെ ഞെട്ടിച്ച കണ്ടെത്തലുകളാണ് പുറത്തു വന്നത്. കൊലപാതകത്തിന് ശേഷം നസ്രീനയുടെ ഫോണിൽ നിന്ന് അദ്നാന്റെ സുഹൃത്തിനായി വാട്സ്ആപ്പ് സന്ദേശം അയച്ചതായി കണ്ടെത്തി. അദ്നാൻ മരിച്ചുപോയി, നിങ്ങൾക്ക് നൽകാനുള്ള പണം നൽകാൻ കഴിയില്ല എന്നായിരുന്നു ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഇത് കേസിലെ ഏറ്റവും വലിയ ദുരൂഹതയായി മാറുകയാണ്. കാരണം അദ്നാൻ മരിച്ച ശേഷം എങ്ങനെ ഈ സന്ദേശം അയക്കപ്പെട്ടു എന്നതാണ് പ്രധാന ചോദ്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നസ്രീന കൊല്ലപ്പെട്ടതാണ് വ്യക്തമായിരുന്നുവെങ്കിലും അദ്നാന്റെ മരണം ആത്മഹത്യയാണെന്ന് കരുതിയിരുന്നു. എന്നാൽ പുതിയ തെളിവുകൾ ഈ നിഗമനത്തെ ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഫോൺ കിണറ്റിൽ ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സംശയങ്ങൾ ഉയർത്തുന്നു. അതിനാൽ തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു ഫോൺ കൂടി നശിപ്പിച്ചേനെ എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, മുറിയിൽ നിന്ന് കിണറ്റിലേക്ക് ഫോണുകൾ എറിയാൻ സാധിക്കുന്നില്ലെന്ന സാങ്കേതിക വിലയിരുത്തലും അന്വേഷണത്തെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നു. ഇതിനാൽ കൃത്യം നടന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളിൽ ആരെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനായി ബന്ധുക്കളെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇതിനൊപ്പം നസ്രിയയെയും അദ്നാനെയും തമ്മിൽ നേരത്തെ തന്നെ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് നസ്രീനയായിരുന്നു. അതിനാൽ തന്നെ അദ്നാന് പക വളർന്നിരിക്കാമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കൂടാതെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചതും ലഹരി ഇടപാടുകളിൽ ഉൾപ്പെട്ടിരുന്നതും നസ്രിയെ പുറത്തു കൊണ്ടുവന്നതും പറയുന്നു. ഇതെല്ലാം തമ്മിൽ ചേർന്നപ്പോൾ ഈ കൊലപാതകത്തിന് പിന്നിൽ കാരണം കൂടുതൽ ഗൗരവമേറിയതാകാമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കേന്ദ്രീകൃത ചോദ്യങ്ങൾ ഇവയാണ്. നസ്രീന കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഫോൺ ഉപയോഗിച്ചത് ആരാണ്? അദ്നാന്റെ മരണം ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റൊരു ഇടപെടലുണ്ടോ? തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുന്നതോടെ മാത്രമേ മൂഴിക്കൽ നസ്രിയ കേസ് യഥാർത്ഥ സത്യത്തിലേക്ക് എത്തുകയുള്ളൂ.